അങ്ങോട്ട് ഒരു ചോദ്യമുണ്ട് സന്ദീപിന്. സന്ദീപ് ചോദിച്ചോളൂ. സ്മൃതി, ഇപ്പോൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് ഈ സർക്കാരിൽ നടക്കുന്ന എല്ലാ നിയമനങ്ങളും മുഖ്യമന്ത്രി അറിയണമെന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വാസുവിൻ്റെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ അല്ലയോ? വാസുവിന് എൻ്റെ ആരോപണമായിരുന്നല്ലോ, വാസു മുഖ്യമന്ത്രിയുടെ വിധേയനാണ് എന്നത് എൻ്റെ ആരോപണമായിരുന്നു. വാസുവിൻ്റെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ അല്ലയോ എന്ന് അദ്ദേഹം പറഞ്ഞു. 2, സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്നുള്ള നിലയ്ക്ക് സർക്കാരിൽ നടക്കുന്ന എല്ലാ നിയമനങ്ങളുടെയും ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയുടേതാണ്, പ്രധാനപ്പെട്ട വകുപ്പുകളിലെ മുഴുവൻ. അത് താങ്കൾക്ക് അറിയില്ലേ? അപ്പൊ മുഖ്യമന്ത്രി ഫെയിലർ ആണെന്നാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞു പോയത്. താങ്കൾ പറഞ്ഞതിൽ അപകടമുണ്ട്. മുഖ്യമന്ത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലർ ആണ് താങ്കൾ പറഞ്ഞു പോയത്. ഭരണത്തെ സംബന്ധിച്ച് അറിവില്ലായ്മയാണെന്ന് എനിക്കറിയില്ല. ഡോക്ടർ പി കെ ഗോപൻ ചോദ്യമാണോ വ്യാഖ്യാനമാണോ? അങ്ങ് മറുപടി നൽകൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം, ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആണ്. ആദ്യം പറഞ്ഞത് ഒരു വാക്ക് ഉപയോഗിച്ചു, മുഖ്യമന്ത്രിയുടെ വിധേയൻ. ഞാൻ ആ വാക്കിനെ വിമർശിച്ചുള്ളൂ, അല്ലാതെ മുഖ്യമന്ത്രി അറിയാതെ പൊളിറ്റിക്കൽ നിയമനം നടക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ഒപ്പിടേണ്ട പേപ്പറുകളിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടാലേ നിയമനം നടക്കൂ. പക്ഷേ മുഖ്യമന്ത്രിയോട് വ്യക്തിപരമായി വിധേയത്വമുള്ള ആളുകളെയാണ് ഇത്തരം നിയമനങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഇത്തരം പോസ്റ്റുകളിൽ നിയമിക്കുന്നത് എന്നുള്ളത് CPIM-ന്റെ രാഷ്ട്രീയ ശൈലി അല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് വലതുപക്ഷ രാഷ്ട്രീയ ശൈലിയാണ്, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ അന്ന് പറഞ്ഞത്, പിന്നെ ശ്രീമതി സ്മൃതി തന്നെ ഇടയ്ക്ക് പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത് സ്വർണം പോയിട്ടില്ല എന്ന് CPIM പറഞ്ഞു, അധികം വന്നു എന്ന് CPIM പറഞ്ഞു. അത് 2025 കാര്യമാണ്. 2025 സ്വർണം കൊടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലല്ല വിടുന്നത്, അല്ലാതെ വിടുന്നു. അതിൽ പൂശിയതിന്റെ ഭാഗമായി വന്ന സ്വർണത്തിന്റെ 2019 അന്നേരം നമ്മുടെ മുമ്പിൽ വിഷയം. 2025 നടപടികളിലും കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ട്. പ്രശാന്തിനെ തന്നെ വിമർശിച്ചുകൊണ്ട് കോടതി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാണല്ലോ. പക്ഷേ 2025 കൊണ്ടുപോയ സ്വർണത്തേക്കാൾ കുറച്ചല്ല വന്നത്, കൊണ്ടുപോയതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് എത്തി. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.